പഴയ നിയമകാലത്ത് യഹോവ വസിച്ചിരുന്നത് സമാഗമന കൂടാരത്തിലാണ്. ഈ സമാഗമന കൂടാരം ഒരുപാട് വർഷങ്ങൾ ഇസ്രായേൽ മക്കളുടെ കൂടെ ചലിക്കുന്ന ആലയമായിട്ട് ദൈവത്തെയും വഹിച്ചുകൊണ്ട് അവരുടെ കൂടെ ഒരുപാട് വർഷങ്ങൾ ആ ആലയവും യാത്ര ചെയ്തു. പക്ഷേ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ സമാഗമന കൂടാരം അപ്രത്യക്ഷമായി. പലരും കരുതുന്നത് ഇസ്രായേൽ എന്ന നേഷനെ ആക്രമിച്ച പല ഭരണാധികാരികളുടെയും ആക്രമണമൊക്കെ മൂലമാണ് ഈ ഒരു സമാഗമന കൂടാരം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അപ്രത്യക്ഷമായത് എന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആലയമായ സമാഗമന കൂടാരം അപ്രത്യക്ഷമായത് ദൈവത്തിൻ്റെ പ്ലാനോടുകൂടി മാത്രമാണ്. കാരണം പുതിയ നിയമത്തിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് ആലയങ്ങളിലോ ബിൽഡിങ്സിലോ അല്ല. പുതിയ നിയമത്തിൽ യഹോവ വസിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവനുള്ള ചലിക്കുന്ന ഹൃദയങ്ങളിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് യഹോവ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ചലിക്കുന്ന ജീവനുള്ള ഹൃദയങ്ങളും ശരീരങ്ങളുമാണ് യഹോവ വസിക്കാൻ ആഗ്രഹിക്കുന്ന സമാഗമന കൂടാരങ്ങൾ. നമ്മളാകുന്ന ഈ സമാഗമന കൂടാരത്തിൽ യേശുക്രിസ്തുവിനെ കുടിയിരുത്തുക, യേശുക്രിസ്തുവിനെ ഇൻവൈറ്റ് ചെയ്യുക. ജീസസ് കം ആൻഡ് റിസൈഡ് ഇൻ ദ ത്രോൺ ഓഫ് മൈ ഹാർട്ട് ആൻഡ് fall in love with Jesus.